എജുടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ KSTU നടത്തിയ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. Which word denotes the feeling of pain? അതായത് ഇതിൽ താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് വേർഡാണ് ഫീലിംഗ് ഓഫ് പെയിൻ കാണിക്കുന്നത്? ഓപ്ഷൻ എ alas, option B hooray, option C ouch, option D wow. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ ഫസ്റ്റ് വേർഡ് ഇസ് അലാസ്. അലാസ് എന്നുള്ളത് നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നതാണ്? സാഡ്, ദുഃഖം വരുന്ന സമയത്ത് അല്ലെ, നിരാശയുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ് അലാസ്. അടുത്ത വേർഡ് ഹുറേ. ഹുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിജയം ഉണ്ടാവുക, നമ്മളൊരു മാച്ചിൽ ജയിച്ചാൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹുറേ അല്ലേ. ദെൻ ഔച്ച്. ഔച്ച് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മളുടെ കാല് എവിടെയെങ്കിലും തട്ടി, നമ്മുടെ കൈ എവിടെയെങ്കിലും ഒക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഔച്ച്. ലാസ്റ്റ് വേർഡാണ് വാവ്. എപ്പോഴാണ് നമ്മൾ വാവ് പറയുക? സർപ്രൈസ് അല്ലേ, നമ്മൾ അമേസ്ഡ് ആവുമ്പോൾ അല്ലെ സർപ്രൈസ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ എന്താവുക? വാവ് പറയാം. ഓക്കെ, അപ്പം ഇവിടെ ചോദ്യം ഇതാണ്, ഇതിൽ ഫീലിംഗ് ഓഫ് പെയിൻ കാണിക്കുന്ന വേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചത്. ആൻസർ ഇസ് ഓപ്ഷൻ സി ഔച്ച് അല്ലേ. ഫീലിംഗ് ഓഫ് പെയിൻ കാണിക്കുന്ന വേർഡ് ഏതാണ്? ഔച്ച് എന്ന വേർഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. റീഅറേഞ്ച് ദ ജംബിൾഡ് ലെറ്റേഴ്സ്. ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തന്നിട്ടുണ്ട്. ഇതൊരു വേർഡാണ് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് താഴെയുള്ള കോളത്തിൽ എഴുതണം. സോ ആദ്യം ഇത് ഏതാ വേർഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വേർഡായിരിക്കും തരാൻ കൂടുതൽ സാധ്യത. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വേർഡാണ്. ഏത് വേർഡാണ്? പ്ലസൻ്റ്ലി ആണ്. ഓക്കെ, അപ്പം പ്ലസൻ്റ്ലി എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ്, അതായത് ഇതിൽ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ പറഞ്ഞിട്ട് വേണം, ഉച്ചരിച്ച് പറഞ്ഞിട്ട് വേണം എഴുതാൻ. പ്ലസൻ്റ്ലി, പ്ലേ EA S. അപ്പം പ്ലസ് അല്ലേ, പ്ലസൻറ്റ് ANT, പ്ലേസൻറ്റ്, LY, പ്ലസൻ്റ്ലി. P എഴുതി, L എഴുതി, E എഴുതി, A എഴുതി, S എഴുതി, വീണ്ടും A എഴുതി, N എഴുതി, T എഴുതി, L എഴുതി, Y എഴുതി. അപ്പം എല്ലാ അക്ഷരങ്ങളും വന്നു അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുക? പ്ലസൻ്റ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 13. പിക്ക് ഔട്ട് ദ വേർഡ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് എ പ്ലസൻറ്റ് സ്മെൽ. എ പ്ലസൻറ്റ് സ്മെൽ. അപ്പോൾ എ പ്ലസൻറ്റ് സ്മെൽ എന്നുള്ള അതിനെന്താണ് വേർഡ് പറയുക എന്നുള്ളത് നമ്മൾ താഴെ കൊടുത്തതിൽ നിന്നും പിക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം പ്ലസൻറ്റ് സ്മെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല മണം അല്ലേ. നമ്മൾ ഈ ഒരു വേർഡ് നമ്മളുടെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഫസ്റ്റ് വൺ ഇസ് ഡ്രോയിങ്. എന്താണ് ഡ്രോയിങ്? വരയ്ക്കുക എന്നുള്ളതാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ. എരോമ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല മണം. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരക്കുക അല്ലേ. സോ ഹിയർ എ പ്ലസൻറ്റ് സ്മെൽ എന്നുള്ളതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അരോമയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. യൂസ് ഹാസ് ആൻഡ് ഹാവ്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ഉപയോഗിക്കണം? ഹാസും ഹാവും ഉപയോഗിക്കണം. അപ്പോൾ ഹാസ് എവിടെ ഉപയോഗിക്കാം, ഹാവ് എവിടെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന് അയ്യോ ദേവി, അയ്യോ ദേവി വരുന്ന സമയത്ത് നമ്മൾ അവിടെയൊക്കെ എന്താ ഉപയോഗിക്കുക? ഹാവ് ആണ് ഉപയോഗിക്കുക. ഇനി ബാക്കി ഹി, ഷീ, ഇറ്റ്, അതേപോലെ ഒരു പേര്, നെയിം ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? വി ഷുഡ് യൂസ് ഹാസ്. നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഹാസ് ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എബിൻ ഡാഷ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി, സോ വി ഡാഷ് ടു ഫോളോ ഹിം. അപ്പം എബിൻ ഒരു നല്ല ഹാബിറ്റ് ഉണ്ട് അല്ലേ. എന്താണ് ഹാബിറ്റ്? നേരത്തെ കിടക്കും. അപ്പം എബിൻ എന്നുള്ളത് എന്താണ്? ഒരു പേരാണ് അല്ലേ, ഒരാളാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? വി ഷുഡ് യൂസ് ഹാസ്.
അപ്പോൾ എബിൻ ഹാസ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി, സോ വി ടു ഫോളോ ഡാഷ് ടു ഫോളോ ഹിം. നമ്മൾ അവനെ ഫോളോ ചെയ്യണം, അതേപോലെ നമ്മളും ഫോളോ ചെയ്യണം. അപ്പോൾ ഇവിടെ വി ആണ് വരുന്നത് അല്ലേ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ. അപ്പോൾ അവിടെ ഒന്നിലധികം പേരുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്? അല്ല, നമ്മൾ എന്താണ് വി കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്? ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ആർ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ്? അതായത് ഇവിടെ എന്താണ് പറഞ്ഞത്? 4 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ 4 വേർഡ്സിലും കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ എന്താ? റിമെമ്പേർഡ്. നമ്മൾ ഉച്ചാരണം വെച്ച് തന്നെ വായിച്ചു നോക്കുക. റിമെമ്പേർഡ് അല്ലേ. അപ്പം അതെന്താണ്? കറക്റ്റ് ആണ്. അടുത്തത് സെക്കൻഡ് വൺ, എമർജൻസി അല്ലെ. എമർജൻസി എന്നുള്ള വേർഡിൽ ഐ ആണോ? അല്ല. എന്താണ് ലാസ്റ്റ് വരിക? വൈ ആണ്. അപ്പം ഇതെന്താണ്? തെറ്റാണ്. മൂന്നാമത്തത് എന്താണ്? ബ്രീത്ത് അല്ലെ. ബ്രീത്തിന് ഇ ആണോ? അല്ല, BREATH ആണ് അല്ലേ. അപ്പം ഇതെന്താണ്? തെറ്റാണ്. ഇതെന്താണ്? തെറ്റാണ്. ദെൻ ഫോർത്ത് വൺ എന്താണ്? അപ്രോച്ച് അല്ലേ. അതെന്താണ്? കറക്റ്റ് ആണ്. അപ്പം ഇതിൽ വിച്ച് ആർ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? ശരിയായ സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതൊക്കെയാണ്? 1 and 4. സോ വിച്ച് ഇസ് ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലേ. 1 and 4 ആർ കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ദ വേർഡ് വിച്ച് മീൻസ് ടു കംഫർട്ട് സംവൺ. എന്താണ്? ടു കംഫർട്ട് സംവൺ. ഒരാളെ കംഫർട്ട് ചെയ്യുക, ആശ്വസിപ്പിക്കുക. ദ കറക്റ്റ് വേർഡ് ഇസ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഫോം. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ വേർഡ്? അപ്പോൾ ടു കംഫർട്ട് സംവൺ എന്നുള്ളതിൻ്റെ വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ആൻസർ തന്നിട്ടുള്ളത് ഏത് ഫോമിലാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടാണ്. സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ജംബിൾഡ് ഓർഡറിലാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടു കംഫർട്ട് സംവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേർഡ് ഏതാണ്? കൺസോൾ ആണെന്നറിയാം. സോ ഇതിൽ ഏതാണ് കൺസോൾ എന്ന വേർഡ്? ഏത് ഓപ്ഷനിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തന്നിട്ടുള്ളത്? നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണ്. ഓപ്ഷൻ ബി ആണ്. Question number 17. Rearrange the jumbled words to make meaningful sentence. ഇവിടെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജംബിൾഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തുണ്ടാക്കണം? ഒരു മീനിങ് സെൻറ്റൻസ് ഉണ്ടാക്കണം. അപ്പം നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിൽ എഴുതേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ദെൻ അതിന് ശേഷം നമ്മൾ എന്തെഴുതണം? വേർബ് എഴുതണം. അതിന് ശേഷമാണ് ഒബ്ജക്റ്റ് വരിക. ഓക്കെ. ഇനി അഡ്ജക്റ്റീവ്, അതിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെ കൂടെ എന്താണ്? നൗൺ. നൗണിൻ്റെ മുന്നേ നമ്മൾ എന്താ യൂസ് ചെയ്യുള്ളൂ? അഡ്ജക്റ്റീവ് വരുള്ളൂ. സോ ഇത് ഞാൻ എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് നൗൺ എന്നൊക്കെ ഉള്ളത് KSTA ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണാം. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടി വരും. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ദ, എ, ആൻ, ഈ 3 നമ്മൾ ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട മറ്റൊന്നാണ് പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഇന്ന് വരും, ഓണ് വരും, അറ്റ് വരും. ഇതൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സെൻറ്റൻസ് പറയാണ്, ക്യാറ്റ് ടേബിളിൻ്റെ മുകളിലാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ സബ്ജക്റ്റ് ആരാ? ക്യാറ്റാണ്. ദ ക്യാറ്റ് അല്ലേ. ക്യാറ്റ് ഒരാളാണ്. അപ്പോൾ വേർബ് എന്താ വരിക? ഈസ് അല്ലെ. എവിടെയാണ്? ഓൺ ദ ടേബിൾ. ഓക്കെ. ഇതാണ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വേർബ് അല്ലെ. പ്രിപ്പോസിഷൻ വന്നത് ഏതാണ്? ഓൺ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് എഴുതേണ്ടത്. അപ്പം ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് നോക്കൂ. ബാഗ്, കളർഫുൾ, ദീദി, ഫ്രം, ബുക്സ്, ഹെർ, ടുക്ക്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന നമ്മളെ പാഠത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സെൻറ്റൻസ് എന്താണ്. ഓക്കെ. അപ്പം എന്താണിത്? ദീദി അവളുടെ ബാഗിൽ നിന്നും കളർഫുൾ ബുക്സ് എടുത്തു എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ദീദിയാണ്. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ദീദി അല്ലേ. ദീദി എന്ന് എഴുതി. ഇനി ദീദി വേർബ്. അടുത്തത് രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത്? വേർബാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വേർബ്? അവൾ ചെയ്ത പ്രവൃത്തി എന്താണ്? ടുക്ക് അല്ലേ. അവൾ എടുത്തു, ടുക്ക്.
അപ്പം നമ്മൾ അടുത്ത എന്തെഴുതി? ദീദി ടുക്ക്. എന്താണ് എടുത്തത് അവളെ? കളർഫുൾ ബുക്സ് ആണ് എടുത്തത് അല്ലേ? അപ്പം അടുത്തത് അതാണ് എഴുതേണ്ടത്, കളർഫുൾ ബുക്സ്. ഇവിടെ കണ്ടോ, കളർഫുൾ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്, ബുക്ക് എന്നുള്ളത് എന്താണ്? നെയിം ഓഫ് എ തിങ് ആയതുകൊണ്ട് അത് എന്താണ്? നൗൺ ആണ്. കണ്ടോ, ദീദി ടുക്ക് കളർഫുൾ ബുക്സ്. അവൾ എവിടുന്ന് എടുത്തത്? അവളുടെ ബാഗിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ദീദി ടുക്ക് കളർഫുൾ ബുക്സ് ഫ്രം ഹെർ ബാഗ്. അവളുടെ ബാഗ്, ഹെർ ബാഗ് അല്ലേ? ഫ്രം ഹെർ ബാഗ്, അവളുടെ ബാഗിൽ നിന്നും. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഏതൊരു പുതിയ സെൻറ്റൻസ് എഴുതുകയാണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു ഇത് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ബുക്ക് ഓരോ യൂണിറ്റും നിങ്ങൾ നന്നായിട്ട് വായിച്ചിരിക്കുക. അതിൽ ഓരോ സെൻറ്റൻസും ഓരോ വേർഡ്സും ഓരോ സ്പെല്ലിങ്ങും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് 5 യൂണിറ്റും നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ആദ്യമായിട്ട് പാഠം നന്നായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ. ഇവിടെ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എങ്ങനെയാക്കണം? കറക്റ്റ് ഓർഡറിലാക്കണം. നമ്പർ 1, ദിൽന റഷ് ടു ഹർ മദർ ആൻഡ് ഷൂക്ക് ഹർ ജെന്റ്ലി. നമ്പർ 2, they spotted a plate of cookies on the table. Number 3, 2 firemen rushed into the house. Number 4, Dilna was invited to the fire station to receive an award. Option 5, Dilna and her little brother were playing in the backyard. അല്ലേ? സോ ഇത് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ചാപ്റ്റർ ആയിരിക്കും. ആദ്യം തന്നെ നമ്മൾ ഓപ്ഷൻസ് നോക്കി കൺഫ്യൂസ്ഡ് ആവരുത്. അതിൻ്റെ മുന്നേ ഇതിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. അപ്പം ഒന്നാമത്തത് ഏതാണ്? ദിൽന ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ്. രണ്ടാമത്തത് ഏതാണ്? യെസ്, ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. പിന്നെയോ ദിൽന, മൂന്നാമത്തത് ഏതാണ്? ഇതാണ് അല്ലേ? ദിൽന റഷ് ടു ഹർ മദർ ആൻഡ് ഷൂക്ക് ഹർ ജെന്റ്ലി. ദെൻ ഫോർത്ത് വൺ ഏതാണ്? ഇതാണ്, 2 firemen rushed into the house. And the fifth one ഏതാണ്? Dilna was invited to the fire station to receive an award. അപ്പം ആൻസർ നമുക്ക് കിട്ടിയില്ലേ? ഒന്നാമത്തെ ഏതാണ്? 5. അപ്പം ഇവിടെ സിയും ഡിയും വരുന്നുണ്ട്. അപ്പം അടുത്തത് ഏതാണ്? 2 അല്ലേ? പിന്നെ ഏതാണ്? മൂന്നാമത്തത്. കംപ്ലീറ്റ് ഫുൾ 5ഉം ചെക്ക് ചെയ്യാം, എന്നിട്ട് മാത്രം ടിക്ക് ഇട്ടോളാം. മൂന്നാമത്തത് ഏതാണ്? ഫസ്റ്റ് 1 ആണ്. നാലാമത്തത് 3. ദെൻ ലാസ്റ്റ് 1 4 ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ലോഗൻസ് ഇസ് നോട്ട് അബൌട്ട് ദ റിവർ പൊല്യൂഷൻ? അപ്പോൾ ഇവിടെ കുറച്ച് സ്ലോഗൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്ലോഗൻസ്? മുദ്രാവാക്യങ്ങളാണ് അല്ലേ? ഇതിൽ കുറച്ച് 4 മുദ്രാവാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം യു ഷുഡ് ഫൈൻഡ് ഔട്ട് ദ സ്ലോഗൻസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ദ ഓർ വിച്ച് ആർ നോട്ട് അബൌട്ട് ദ റിവർ പൊല്യൂഷൻ, അതിനെക്കുറിച്ച് അല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ എ, റിവേഴ്സ് ആർ ബ്ലൂ ആൻഡ് ദ സ്കൈ ഈസ് ടു അല്ലേ? അപ്പോൾ അത് ആരെ കുറിച്ചുള്ളതാണ്? റിവേഴ്സിനെ കുറിച്ചുള്ളതാണ് അല്ലേ? റിവർ പൊല്യൂഷനെ കുറിച്ചുള്ളതാണ്. അടുത്തത് ബി, ക്ലീൻ വാട്ടർ ഹെൽത്തി ലൈഫ് സ്റ്റോപ്പ് റിവർ പൊല്യൂഷൻ. അതും ആരെ കുറിച്ചുള്ളത് തന്നെയാണ്? റിവർ പൊല്യൂഷനെ കുറിച്ചുള്ളതാണ്. ഓപ്ഷൻ സി, ഡോണ്ട് ബി മീൻ കീപ് ദ വാട്ടർ ഗ്രീൻ അല്ലേ? അതും ആരെ കുറിച്ചുള്ളത് തന്നെയാണ്? റിവർ പൊല്യൂഷനെ കുറിച്ചുള്ളതാണ്. ഓപ്ഷൻ ഡി, യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി ഫോൾ. അതായത് യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി പോകും? നമ്മൾ വേർതിരിച്ച് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നാവാതെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ വീണ് പോകുന്നവരാണ്. അത് റിവർ പൊല്യൂഷനെ കുറിച്ചുള്ളതാണോ? അല്ല. സോ വിച്ച് ഈസ് ദ ആൻസർ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പം ആൻസർ എ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ റിവർ പൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ പെട്ടിക്കോളത്തിൽ എന്തിടരുത്? ക്രോസ് മാർക്ക് ഇടരുത്. ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണല്ലോ, ഇവിടെ ആൻസർ ആണ് നമ്മളടുത്ത് അവർ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പെട്ടിക്കോളത്തിൽ എന്തെന്നെ ഇടണം? ടിക്ക് തന്നെ ഇടണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. ഷീ വിസ്പേർഡ് എ സീക്രട്ട് അല്ലേ? അവൾ ഒരു സീക്രട്ട് എന്ത് ചെയ്തു? വിസ്പർ ചെയ്തു. ദ ഓപ്പോസിറ്റ് ഓഫ് വിസ്പേർഡ് ഇസ്. അപ്പോൾ അവൾ സ്വകാര്യം പറഞ്ഞു. അപ്പോൾ സ്വകാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെ മെല്ലെ പറയാം അല്ലേ? മെല്ലെ പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ എ യെൽഡ്, ഓപ്ഷൻ ബി മർമേർഡ്, ഓപ്ഷൻ സി റിവീൽഡ്, ഓപ്ഷൻ ഡി കോൾഡ്.
അപ്പം യെൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അലറി വിളിക്കുക അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുന്നതിനാണ് നമ്മൾ യെൽഡ് എന്ന് പറയാം. മർമേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറുമുറുക്കുന്നതിനാണ് നമ്മൾ മർമേഡ് എന്ന് പറയാം. റിവീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പെടുത്തുക. ഒരു കാര്യം റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നതിനാണ് റിവീൽഡ് എന്ന് പറയാം. കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുക. അപ്പൊ ഇതിന്റെ വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? വളരെ മെല്ലെ പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഉറക്കെ പറയുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഉറക്കെ പറയുക എന്നുള്ള ഇതിന്റെ വേർഡ് ഏതാണ് വരുന്നത്? ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ, യെൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻ ആണ്. The differently abled girl Chitra from RHM School Ernakulam North was awarded for her famous article The Kindness in the National Level. The school authority was decided to conduct a special program to honor the student on 2nd February 2026 at 11 a.m. at the school auditorium in the presence of Honorable Minister for Education. Prepare a notice for the program. അപ്പം എന്താണ് നമ്മളടുത്ത് ഇവിടെ ഡിസ്കോസ് എന്താണ്? ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഗേളായ ചിത്ര ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? RHM സ്കൂൾ, എറണാകുളം നോർത്ത്. അവൾക്കൊരു അവാർഡ് കിട്ടുകയാണ് അല്ലേ. അവൾ എഴുതിയ ഒരു ആർട്ടിക്കിളിന്റെ പേരെന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് അവർ ആർട്ടിക്കിൾ? ദ കൈൻഡ്നെസ്. നാഷണൽ ലെവലിൽ ആ ഒരു ആർട്ടിക്കിളിന് അവാർഡ് കിട്ടുകയാണ്. സോ ദ സ്കൂൾ അതോറിറ്റി ഡിസൈഡഡ് ടു കണ്ടക്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം. അവൾ ആദരിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുകയാണ്. എന്നാണ് നടത്തുന്നത്? ഓൺ 2nd February 2026. സമയം എപ്പോഴാ? അറ്റ് 11 a.m. എവിടെ വെച്ചിട്ടാണ്? അറ്റ് ദ സ്കൂൾ ഓഡിറ്റോറിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. ആരുടെ പ്രസൻസിലാണ്? ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം അവരാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിന് നമ്മളടുത്തൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണ്? നോട്ടീസ് എന്നുള്ള ഒരു കോമൺ നെയിം തന്നെയാണ് നോട്ടീസിന് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെ, നോട്ടീസിൻ്റെ താഴെ നമ്മൾ കൊടുക്കേണ്ടത് ടൈറ്റിൽ ഓഫ് ദ നോട്ടീസാണ്. ആ ഒരു നോട്ടീസിനൊരു പേര് കൊടുക്കണം, ടൈറ്റിൽ ഓഫ് ദ നോട്ടീസ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള പേര് ഹോണറിങ് അവർ ലിറ്റിൽ സ്റ്റാർ. ആ ഒരു നോട്ടീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതൊരു ടൈറ്റിലും നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം മൂന്നാമതായിട്ട് അതിൻ്റെ താഴെ കൊടുക്കേണ്ടത് സ്കൂളിൻ്റെ പേരാണ്. ഓക്കെ, ആദ്യം കോമൺ നെയിം ആയിട്ടുള്ള നോട്ടീസ്, ദെൻ ടൈറ്റിൽ ഓഫ് ദ നോട്ടീസ്, ദെൻ സ്കൂളിൻ്റെ നെയിമാണ് അതിൻ്റെ താഴെ കൊടുക്കേണ്ടത്. RHMS എറണാകുളം. ഓക്കെ, ഇതിൻ്റെ താഴെ നമ്മൾ ആ ക്വസ്റ്റ്യനിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ് ആൻഡ് ടൈം. ഈ ഒരു നോട്ടീസിൽ ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഈ നോട്ടീസ് വായിക്കുന്ന സമയത്ത് ഈ പരിപാടി എന്നാണെന്നും എപ്പോഴാണെന്നും അവരെവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ അതിൽ എന്തൊക്കെ കൊടുക്കണം? ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കണം. വെന്യൂ, അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കേണ്ട എന്താണ്? വെന്യൂ. ദെൻ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? ചീഫ് ഗസ്റ്റിനെയും ഇനോഗ്രേഷൻ ചെയ്യുന്ന ആളെയും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തു. അപ്പം ഡേറ്റിന്റെ മുന്നേ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. ഓൺ 2nd February 2026. സമയം പറയുന്നതിന്റെ മുന്നേ, എഴുതുന്നതിന്റെ മുന്നേ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റ് 11 a.m. ദെൻ വെന്യൂ കൊടുത്തു. എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയം. ചീഫ് ഗസ്റ്റ് ആരാണ്? ചിത്രയാണ്. ഇനോഗ്രേഷൻ, ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പം അതിൽ നിന്നും നിങ്ങൾ ജസ്റ്റ് എന്താണ് കറക്റ്റ് ഈ ഒരു ഓർഡറിൽ എഴുതിയെടുത്താൽ മാത്രം മതി. ഇനി അതിൻ്റെ താഴെയാണ് നമ്മൾ സല്യൂട്ടേഷൻ, അഭിസംബോധന ചെയ്തുകൊണ്ട് ഡിയർ പീപ്പിൾ എന്ന് കൊടുക്കാം. അപ്പം അത് ചിലപ്പം ആ ഒരു നോട്ടീസിനനുസരിച്ച് ഈ സല്യൂട്ടേഷൻ മാറാം. ചിലപ്പോൾ അത് ഡിയർ സ്റ്റുഡൻസ് ആവാം, ചിലപ്പോൾ പാരൻസിനുള്ളതാണെങ്കിൽ ഡിയർ പാരൻസ് ആവാം. അപ്പം നിങ്ങൾ ആ ഒരു നോട്ടീസിനനുസരിച്ച് സല്യൂട്ടേഷൻ മാറ്റി എഴുതണം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിയർ പീപ്പിൾ. വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ചിത്ര.
The differently abled girl Chitra was awarded for her famous article The Kindness in the National Level. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും എന്തിൽ തന്നെ ഉണ്ട്? നോട്ടീസിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എഴുതേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, നോക്കൂ. ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഗേൾ ചിത്ര ഫ്രം RHM സ്കൂൾ വാസ് അവാർഡഡ് ഫോർ ഹർ ഫേമസ് ആർട്ടിക്കിൾ ദ കൈൻഡ്നസ് ഇൻ ദ നാഷണൽ ലെവൽ. ദ സ്കൂൾ അതോറിറ്റി ഹാസ്. ഓക്കെ, ഇവിടെ വാസ് എന്ന് പറഞ്ഞാൽ മുന്നേ പാസ്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ നോട്ടീസ് പാസ്റ്റിലല്ല എഴുതേണ്ടത്, പ്രസന്റ്. അപ്പം നിങ്ങൾ ഈ വാസിന് പകരം അവിടെ എന്താക്കി കൊടുക്കണം? ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ദ സ്റ്റുഡൻറ് ഓൺ 2nd February 2026 at 11 AM at the സ്കൂൾ ഓഡിറ്റോറിയം. എന്നിട്ട് വേണമെങ്കിൽ ചീഫ് ഗസ്റ്റ്, നമ്മളുടെ ഇനോഗ്രേഷന് വരുന്ന ആൾ ചീഫ് ഗസ്റ്റിന് കൊടുക്കാം. അപ്പോൾ അതന്നെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. Then the program will be inaugurated by the Honorable Minister for Education. Inauguration ആരാന്നും കൂടെ നമ്മൾ കൊടുത്തു. അതിൻ്റെ താഴെ നമ്മൾ എന്ത് കൊടുക്കണം? എല്ലാവരെയും നമ്മൾ ഈ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്യണം. All are welcome to the program. ഇത്രയും പറഞ്ഞ സെൻറ്റൻസ് കംപ്ലീറ്റ് നമുക്ക് ഏത് യൂട്ടിലൈസ് ചെയ്ത് എഴുതാം? നോട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ യൂട്ടിലൈസ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ എഴുതണം. ഈ സൈഡിൽ പ്ലേസ് ആൻഡ് ഡേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേസ് എറണാകുളമാണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇവിടെ ഡേറ്റ്, ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുത്തു, ഇവിടെ ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ എന്നാണോ നടക്കുന്നത് അതിൻ്റെ ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ മുകളിൽ എഴുതേണ്ടത്. പക്ഷെ താഴെ എഴുതേണ്ടത് നോട്ടീസ് എന്നാണോ ഇറക്കുന്നത് ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുന്നേ നമ്മൾ നോട്ടീസ് അടിക്കും അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ പ്രോഗ്രാം നടക്കുന്ന ഡേറ്റിൻ്റെ മുന്നേ ഉള്ള ഡേറ്റ് വേണം നമ്മളിവിടെ താഴെ കൊടുക്കാൻ. കണ്ടോ, ഇവിടെ 2nd February പരിപാടി നടക്കുന്നത്. ഇപ്പോഴേ അടിച്ചു, 25 January അടിച്ചു. ഓക്കെ, ഇപ്പുറത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഹെഡ് മാസ്റ്റർ. ഈ ഒരു നോട്ടീസ് നമ്മൾ ഇറക്കുന്നത് ആരാണ് എന്നുള്ളത് ഹെഡ് മാസ്റ്റർ. അത് HM അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴെ ആ സ്കൂളിൻ്റെ പേരും കൊടുക്കും. ഇത്രയുമാണ് നമ്മളൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ക്വസ്റ്റ്യൻ യൂട്ടിലൈസ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.